മിശേൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സ്ലിഹാകാലം 7-ാം ഞായറിലേക്ക് നാം ഏവരും കടക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തു നമ്മളോട് പറയുക, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുമെന്നാണ്. ക്രിസ്തുവും ശിഷ്യന്മാരും ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് പഠിപ്പിച്ച് ജെറുസലേമിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരാൾ വന്ന് ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ എന്ന്, അല്ലെങ്കിൽ കർത്താവെ, എങ്ങനെയാണ് രക്ഷ പ്രാപിക്കുക എന്ന്. പലപ്പോഴും ഇതേ ചോദ്യം നമ്മുടെ മനസ്സിലും വന്നിട്ടുണ്ടാകും. കർത്താവെ, എങ്ങനെയാകും രക്ഷ പ്രാപിക്കുക? ഇതിന് ഉത്തരം പ്രതീക്ഷിച്ചിരുന്ന ആ മനുഷ്യനോട് ക്രിസ്തു പറയുക ഒരു ഉപമയാണ്. ക്രിസ്തു പറയുന്നുണ്ട്, ഒരു വീട്ടുടമസ്ഥൻ കിടന്നുറങ്ങുകയാണ്. അപ്പോൾ കുറച്ച് പേര് രാത്രി വന്ന് വാതിൽക്കൽ മുട്ടുന്നുണ്ട്. മുട്ടിയിട്ട് പറയുന്നുണ്ട്, കർത്താവെ, ഈ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരിക. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ അവരോട് പറയുക, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ. ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടവർ വീണ്ടും ആ വീട്ടുടമസ്ഥനോട് പറയുന്നുണ്ട്, നമുക്ക് പരസ്പരം അറിയാം, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഒരുമിച്ച് പാനം ചെയ്തിട്ടുണ്ട്, നീ ഞങ്ങളുടെ തെരുവിൽ വന്നിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴും ആ വീട്ടുടമസ്ഥൻ പറയുക, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടാ, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം ക്രിസ്തു ആ മനുഷ്യനോട് പറയുന്നുണ്ട്, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുമെന്ന്. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യനെ പോലെ നമുക്കും ചിലപ്പോൾ കുറേയേറെ സംശയങ്ങൾ വന്നിട്ടുണ്ടാകാം. എന്താണ് ഈ ഇടുങ്ങിയ വാതിൽ? ഏതാണ് ഈ വീട്ടുടമസ്ഥൻ? ഏതാണ് ഈ ഭവനം? ഏത് മനുഷ്യരാണ് വാതിൽക്ക് വന്ന് മുട്ടുക? ഇതിൻ്റെ എല്ലാം ഉത്തരം വളരെ സിമ്പിളാണ്, അതേപോലെ തന്നെ പവർഫുള്ളുമാണ്. നമ്മുടെ മരണശേഷം നമ്മൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഭവനമാകുന്ന സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുക. യാത്ര ചെയ്ത് അവിടെ എത്തി ആ വാതിലേക്ക് നമ്മൾ മുട്ടി വിളിക്കുന്നുണ്ട്, ക്രിസ്തുവേ നാഥ, ഈ സ്വർഗത്തിൻ്റെ വാതിൽ ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന്. അപ്പോൾ ക്രിസ്തു നമ്മളോട് പറയുക, എനിക്ക് നിങ്ങളെ അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, ക്രിസ്തുവേ, ഞങ്ങൾ പള്ളിയിൽ വന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കുമ്പസാരിച്ചിട്ടുണ്ട്, അനേകം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും നിനക്ക് ഞങ്ങളെ ഓർമ്മയില്ലേ? അപ്പോൾ ക്രിസ്തു പറയുന്നുണ്ട്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ അകന്നു പോകുകയും നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാനെന്ന്. ഇപ്പോൾ വീണ്ടും നമുക്ക് സംശയമുണ്ടായിരിക്കാം, ഇത്രയേറെ കാര്യങ്ങൾ ചെയ്തിട്ടും, പള്ളിയിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും കുറേ നന്മകൾ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തു നമ്മളോട് അനീതി പ്രവർത്തിക്കുന്നവരെ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാനെന്ന് പറഞ്ഞത്? ഇതിനെല്ലാം ഉത്തരം ഇന്നത്തെ ആദ്യത്തെ 2 വായനകളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആദ്യത്തെ വായനയായ നിയമാവർത്തന പുസ്തകത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, കർത്താവിൻ്റെ ഉടമ്പടി മറക്കരുതെന്ന്. എന്താണ് കർത്താവിൻ്റെ ഉടമ്പടി? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവനെന്ന്. രണ്ടാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തു പറയുന്നുണ്ട്, സകലതും സ്നേഹത്തോടെ നിർവഹിക്കുമെന്ന്. സ്നേഹം നിറഞ്ഞവരെ, ഇത് തന്നെയാണ് ഇടുങ്ങിയ വാതിൽ. നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നവരാകാം, പ്രാർത്ഥിക്കുന്നവരാകാം, കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാകാം. എങ്കിലും പലപ്പോഴും നമ്മളിതെല്ലാം സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് മറന്നു പോകുന്നുണ്ട്. അതുതന്നെയാണ് ക്രിസ്തു നമ്മളോടും പറയുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, പരസ്പരം സ്നേഹത്തിൽ സഹവർത്തിക്കുവിനെന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ വാതിലെല്ലാം ഇടുങ്ങിയ വാതിലാകും. കുടുംബത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ പലപ്പോഴും പലതും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. ഈ ഇടുങ്ങിയ വാതിലെന്ന് പറഞ്ഞത് പരസ്പര സ്നേഹത്തിൻ്റെ, പരസ്പര കരുണയുടെ, വിശ്വാസത്തിൻ്റെ, പരസ്പര സഹവർത്തത്തിൻ്റെ വാതിലാണ്. കുറേ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലല്ല, എങ്ങനെ ചെയ്യുന്നു എന്നതിലാണ് കാര്യം. പണ്ട് ഞാനിങ്ങനെ കേട്ട ഒരു കവിത പ്രകാരമാണ്, ഹൃദയമില്ലാത്തവൻ, പ്രണയമില്ലാത്തവൻ, ആർക്ക ശമ്പളം വധുവിനെ ആവശ്യമുണ്ടെന്ന്. പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാനുള്ള വെറു യന്ത്ര മനുഷ്യരായിട്ട് നമ്മൾ മാറുന്നുണ്ട്. പലപ്പോഴും മനസ്സിനുള്ള സ്നേഹം നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. മറ്റവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, സഹിക്കുമ്പോൾ ഒക്കെ പലപ്പോഴും നമ്മുടെ ഓരോരോ പ്രവർത്തനങ്ങളും മറ്റുള്ളവരെ
കാണിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് മാറിപ്പോകുന്നുമുണ്ട്. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നീ ക്രിസ്തുവിലായിരിക്കുമ്പോൾ ക്രിസ്തു നമ്മളോട് പറയുന്നത് ഈ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനെന്നാണ്. സ്നേഹത്തിൻ്റെ ഈ വാതിൽ, സഹനത്തിൻ്റെ ഈ വാതിൽ, കരുണയുടെ ഈ വാതിൽ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.